റിഗ്രറ്റ്സ് പണ്ടെപ്പോഴോ നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കുത്തി നിറച്ചിട്ട് ഒരാവശ്യമില്ലാത്ത ഡിപ്രഷനും ആൻസൈറ്റിയും വിഷമങ്ങളും മനസ്സിൽ തന്നിട്ട് നമ്മളെ അതിന്റെ അന്ധതയിലേക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു പടുപാപിയാണ് ഈ റിഗ്രറ്റ്സ്. കള്ളപ്പം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. 3ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് എനിക്കൊരു നാടകത്തിന് അവസരം കിട്ടുകയാണ്. അങ്ങനെ അവസരം കിട്ടി. ഞാൻ പോയിട്ട് നല്ല വൃത്തിക്ക് ആദ്യത്തെ ഡയലോഗ് തന്നെ പാളിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റില്ല പണിയെന്നാണ്. പേടിച്ച് എങ്ങനെയാ ഡയലോഗ് പറഞ്ഞതെന്ന് പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല, നിങ്ങൾ ആരെങ്കിലും വേറെ നോക്ക്. അങ്ങനെ എൻ്റെ ക്ലാസ് തന്നെ പഠിക്കുന്ന വേറെ ഒരു മഹാനുഭാവനെ പിടിച്ചിട്ട് അത് കൊടുത്തു. അവനാണെങ്കിൽ നല്ല വൃത്തിക്ക് അത് ചെയ്യുകയും ചെയ്തു. അന്ന് ആ നാടകം കാണാൻ വന്ന എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ആ മായാവിയായി അഭിനയിച്ച ചെക്കൻ കൊള്ളാല്ലേ. അന്ന് തുടങ്ങിയതാ എൻ്റെ റിഗ്രറ്റ്സ്. എനിക്ക് കിട്ടേണ്ട കയ്യടിയാ ഞാൻ ആരായന് കൊടുത്തത്. പിന്നെ ഓരോ കൊല്ലവും റിഗ്രറ്റ്സ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. വന്ന ഓരോ പ്രണയവും പേടി പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയാണ്ട് വിട്ട്. എന്തിനധികം പറയുന്നത്, എത്ര നല്ല അവസരങ്ങൾ കിട്ടിയതാ ജോലിയിൽ, അതും പേടീൻ്റെ പേരിൽ മാത്രം ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വെച്ച് 30 വയസ്സായപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വെക്കാനും തിരിക്കാനും പോലും ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ കൊണ്ടൊന്നൊരു ഉപകാരം ഇല്ലാണ്ടായി പോകുന്നു. സോ അങ്ങനെ ഞാനും ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം യൂട്യൂബിൽ വീഡിയോ ഇടാം, പിന്നെ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഇടാം. എന്തായാലും പോകുന്നതല്ലേ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്കും കൂടി അടിച്ചിട്ട് പോടി, വെറുതെ ഇരിക്കുകയല്ലേ, ഒരു സുഖമായിക്കട്ടെ.